Okay, let us start. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ടെതർ ഓഷ്യൻ. ഇന്ന് മലയാളം പ്രസന്റേഷൻ ആണ്. നമ്മൾ കുറച്ച് ഹിന്ദി പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊരു ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഒരു നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അറിയാവുന്നവരെ എന്നെ ഒന്ന് കോൾ ചെയ്യണം. കാരണം ഞാനിത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നെറ്റ് പോയാൽ അറിയില്ല. ഞാനുള്ളൊരു പ്രിവെൻഷൻ എടുത്തിട്ടുണ്ട്. എനിവേ, ഓക്കെ, അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട്. എല്ലാവർക്കും വെൽക്കം ടു ടെതർ ഓഷ്യൻ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രോജക്ട്. ഇത് മാർച്ച് 21 2024 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എൻട്രി ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ മാർച്ച് 20 നമ്മൾ ഇതിന്റെ ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്തത്. മാർച്ച് 21 ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളിത് എൻട്രി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരേക്കും ഓൾമോസ്റ്റ് 120 ഡേയ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇന്നിപ്പോ 24th ആണ്. അപ്പോൾ യെസ്, 4 മാസം നമ്മൾ കവർ ചെയ്തു. 4 മാസത്തില് നമ്മൾ 800 മെമ്പേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോയിന്റെ പ്രൈസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കോയിൻ ഉണ്ട്, ഒരു വെർച്വൽ കോയിൻ ഉണ്ട്. ആ വെർച്വൽ കോയിൻ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ നമ്മൾ 0.01, ഇപ്പോൾ നമ്മൾ റുപ്പിയിൽ പറയുകയാണെങ്കിൽ 90 പൈസയിലാണ്, ഇന്ത്യൻ റുപ്പി 90 പൈസയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അപ്രോക്സിമേറ്റ്ലി 16 രൂപയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് 0.181 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ടോട്ടലി യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇതുവരെ മാർക്കറ്റിലുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസും മാർക്കറ്റിൽ നടന്നിട്ടുള്ള മോശമായിട്ടുള്ള അവസ്ഥകളും നമുക്ക് സ്വയം അനുഭവിച്ചിട്ടുള്ള അവസ്ഥകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ പോരായ്മകൾ നമുക്ക് മാർക്കറ്റിൽ കാണുന്നു അതിനെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള പ്രോബ്ലംസ്, ഇങ്ങനെ പോയാൽ ഇത് ഇത്ര നാളേക്ക് പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിയത്. ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത്സിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫൈനലി നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഇതേവരെ മാർക്കറ്റിൽ കേൾക്കാത്ത ഒരു പുതിയ തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്. എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ഇത് ഒരിക്കലും നമുക്ക് സ്കാൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. വൺസ് ക്രിയേറ്റഡ് അത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളൂ. നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഉണ്ടാവില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോജക്റ്റ് ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പല പ്രോജക്റ്റുകളും ഭയങ്കര ടഫ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. എസ്പെഷ്യലി ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള പ്രോസസ്സുകളും, അതായത് ഒരു കോമൺ മാനിന് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഈ പറയുന്ന ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന പ്രോജക്റ്റില് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് ആർക്കും വെറുതെ ബൈയും സെല്ലും അങ്ങനത്തെ ഒരു പ്രൊസീജിയർ മാത്രമേ, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ്. പല പ്രോജക്റ്റിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് കിട്ടുന്നത് എ എന്ന് പറയുന്ന ഒരു കോയിൻ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക്, നമ്മൾ ബി എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കുറേ ഇതുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ അവരെ ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളവർക്ക് ഓവർലോഡ് വരികയാണ്, വർക്ക് ലോഡ് കൂടുകയാണ്. എന്തിനും ഏതിനും അവരെ ഹെൽപ്പ് ചെയ്യാനില്ല. പക്ഷെ ടെതർ ഓഷ്യൻ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ഒരു വിധത്തിൽ മാർക്കറ്റിലുള്ള എല്ലാ പ്രോബ്ലംസിനെയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു പക്ക സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസമായി ഒരു നമുക്ക് സൈറ്റ് ഡൗൺ ആവുക, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ വരാണ്ടിരിക്കുക, അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം നമുക്ക് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഒക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഇതിന് ഡൗൺ ടൈം ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ഇന്നേ വരെ നമ്മൾ അത് നിർത്തിവെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് കിടക്കാം. എന്താണ് ഇത്ര സ്പെഷ്യൽ ആയിട്ട് ഈ പ്രോജക്റ്റിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ടെതർ ഓഷ്യൻ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. എന്തും ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഇല്ലാതെ ഒരു പ്രോഗ്രാമും വർക്ക് ചെയ്യില്ല. അതെന്ത് ക്രിപ്റ്റോ കറൻസിയിലായാലും ശരി, ട്രേഡിങ്ങിലായാലും ശരി, ഏത് മേഖലയിലായാലും, അപ്പൊ റിലിജൻ ആയാലും ശരി, പൊളിറ്റിക്സ് ആയാലും ശരി, കമ്മ്യൂണിറ്റി വേണം, അനുഭാവികൾ വേണം. അനുഭാവികൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ഏതൊരു കമ്മ്യൂണിറ്റിയും വിജയിക്കുകയുള്ളൂ. അപ്പൊ അനുഭാവി
കൺവിൻസ് ആയി കഴിഞ്ഞാലാണ് ആ കമ്മ്യൂണിറ്റിയുടെ ഒപ്പം നിൽക്കുന്നത്. അപ്പൊ കൺവിൻസിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, കുറെ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ എസ്പെഷ്യലി ഇപ്പൊ ടെതറോഷിന്റെ കാര്യം പറയുന്നത്, ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ കൺവിൻസ് ആയാൽ, ഞാൻ എന്തിനു ഈ 2 മാസം 3 മാസം പോയിട്ട് തകർന്നു പോകുന്ന കോൺസെപ്റ്റിലേക്ക് പോകണം? ക്രാഷ് ചെയ്യുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ എന്റെ മെമ്പേഴ്സിനെ കൊണ്ടുപോയിട്ട് എന്റെ ഞാനായിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഞാൻ കൊണ്ടുപോയി ചതിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആര് വന്നാലും 100% സേഫ് ആണ്, ഈസിയാണ് ഈ പ്രോജക്റ്റ്. അതൊരു കമ്മ്യൂണിറ്റി തന്നെ വേണം. അപ്പൊ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. ആ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലും നല്ലൊരു റവന്യൂ, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാനും ഈ പ്രോജക്റ്റിനെ കൊണ്ട് സാധിക്കും. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്. ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ ടോക്കൺ ഉണ്ടാവും. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പല പ്രോജക്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ പ്രോജക്റ്റിലെല്ലാം പലതരത്തിലുള്ള കോയിൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കോയിൻ ആയിരിക്കും. ആ കോയിൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കോയിന് പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ ഈവൻ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസിക്കും അത് തന്നെയാണ്. നമുക്കത് എങ്ങോട്ട് പോകുന്നു നമുക്ക് ഒരു പിടി ഉണ്ടാവില്ല. അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. കുറെ അധികം മുകളിലേക്ക് പോകാം, കുറെ അധികം താഴേക്കും വരാം. അപ്പൊ മുകളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു കസ്റ്റമർ വാങ്ങിക്കണമെങ്കിൽ, അടുത്തത് ഒരു ക്രാഷ് ആണെങ്കിൽ അയാളുടെ പൈസ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിനും ഓരോ പോയിന്റിനും നമ്മൾ ഓരോ സൊല്യൂഷൻസ് ആണ്, മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി ആങ്കേർഡ് ഇൻ ടെതർ. ടെതർ എന്ന് പറയുന്നത് ഡോളറിന് തുല്യമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ടോക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് പലതരത്തിലുള്ളുണ്ട്. അപ്പൊ USDT ഉണ്ട്, USDC ഉണ്ട്, ഡായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന US ഡോളറായിട്ട് 1:1 എന്ന് പറയുന്ന, എന്നും 1:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷണലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഒരിക്കലും വില താഴേക്ക് പോവില്ല. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഒരിക്കലും വില മുകളിലേക്ക് കയറുന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അതും നമുക്ക് USDT-യിലായതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഉണ്ടാവില്ല. ഇതൊക്കെ വെറും സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുമാണ്. ലൈവ്, 100% ലൈവ്. സോറി, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ, അത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ പലതരത്തിലുള്ള പൂളിംഗ് ചെയ്തു വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ്, ഒരു ഫണ്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഡെപ്പോസിറ്റ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഡെപ്പോസിറ്റിനെ പലതരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ അലോക്കേഷൻ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. അത് കോയിൻ ആയിട്ടും അതിന്റെ ലിക്വിഡിറ്റി പൂളായിട്ടും അതുപോലെ എന്താ പറയാ, റാങ്കിന്റെ ബെനിഫിറ്റ്സ് ആയിട്ടും ലെവൽ ബെനിഫിറ്റ്സ് ആയിട്ടും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് അതിന് വരുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള പൂളിങ്സ് ചെയ്തു വെച്ചേക്കാം. ഈ ടോട്ടൽ എമൗണ്ടിനെ പല രീതിയിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുകയാണ്. എല്ലാ ട്രാൻസാക്ഷനും 100% സെക്യൂർ ആണ്. ഇതിൽ വരുന്നത് ഈവൺ ഇതിലെ അഡ്മിൻ, ഇപ്പൊ ഞങ്ങൾ അതിന്റെ അഡ്മിൻ ആണ്, ആ അഡ്മിൻ എടുക്കുന്നത് പോലും എല്ലാവർക്കും അറിയാൻ പറ്റും. സാധാരണ നമ്മളൊരു പ്രോജക്റ്റിൽ ഒരു ഇതുപോലത്തെ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നണിയിലുള്ള ആൾക്കാർ എന്താണ് ഈ ഫണ്ട് വെച്ച് ചെയ്യണേന്ന് നമുക്ക് ഒരു പിടി ഉണ്ടാവില്ല. അവരത് തോന്നിയ മാതിരി എന്താ പറയാ, ഫണ്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ 100% സെക്യൂർ ആണ്. എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് എടുത്തത്, അഡ്മിൻ എടുക്കുകയാണെങ്കിൽ അഡ്മിൻ കമ്മീഷൻ തന്നെ അവിടെ കാണിക്കും. അതല്ലെങ്കിൽ MLM കമ്മീഷൻ ആണെങ്കിൽ MLM കമ്മീഷൻ തന്നെ കാണിക്കും. ഇൻവെസ്റ്റ്മെന്റ് പൂൾ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആയിട്ട് കാണിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നറേഷൻ ഉണ്ടാവും. എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് നടന്നതെന്നുള്ളത് എൻറ്റയർ പ്രോസസ്സ് ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് BP20 ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും സെക്യൂർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിന്റെ ബാക്ക് എൻഡിൽ ഒരു ഡാറ്റാബേസ് സെർവർ ഉണ്ട്. ആ ഡാറ്റാബേസ് സെർവർ നമ്മൾ ആമസോണിലാണ് ഹോസ്റ്റ് ചെയ്തത്. ആമസോൺ വെബ് സർവീസ് ഉണ്ട്, AWS എന്ന് പറയും. ഏറ്റവും സെക്യൂർ, ഇന്നിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു സെർവർ സിസ്റ്റമാണത്. അപ്പൊ അതും നമ്മൾ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് റെന്റ് ചെയ്യുന്നുണ്ട്. അത് മന്ത്ലി പേയ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്ത് വെച്ചത്. കമ്മ്യൂണിറ്റി സെൻട്രിക് ആണ്. ഫൈനലി കമ്മ്യൂണിറ്റി, ടെതറോഷൻ വാല്യൂസ് കമ്മ്യൂണിറ്റി. നമുക്കിവിടെ കമ്മ്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഇല്ലാതെ നമുക്കൊരു ഒന്നും നടക്കില്ല. അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്.
ഈ കമ്മ്യൂണിറ്റി മറ്റുള്ള സിസ്റ്റത്തിൽ, മറ്റുള്ള ബിസിനസ്സുകളിലോ അല്ലെ മറ്റുള്ള ബിസിനസ് സിസ്റ്റത്തിൽ ഞങ്ങൾക്കാണ് ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ ഓരോ ബൈ ആൻഡ് സെൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ഈ എൻറ്റയർ കമ്മ്യൂണിറ്റി, നമ്മളിപ്പോൾ 800 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ, ഈ 800 മെമ്പേഴ്സിനും ഒരു പുതിയതായിട്ടുള്ള വ്യക്തി വരികയോ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്പർ അവരുടെ കോയിൻ വിൽക്കുകയോ എന്ത് ചെയ്താലും ഇതിനകത്തുള്ള 100% മെമ്പേഴ്സിനും അതിന്റെ ഗുണം കിട്ടും. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. മറ്റൊരു പ്രോജക്റ്റിലും അങ്ങനെയല്ല. എന്റെ ടീമിൽ നടക്കുന്ന ബിസിനസ്, ആ ബിസിനസ്സിന് വേണ്ടി മാത്രം എനിക്ക് നമുക്ക് ഗുണം കിട്ടുള്ളൂ. മറ്റൊരു ടീമിലുള്ള ആൾക്കാർക്കും എന്റെ ടീമിലുള്ള ബിസിനസ്സിനും വരുമാനം അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വാങ്ങിയാലും വിറ്റാലും ഒക്കെ ഇതിനകത്തുള്ള എൻറ്റയർ മെമ്പേഴ്സിനും അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഒരു പക്ക കമ്മ്യൂണിറ്റി. ഓക്കെ, എന്താണ് ടെതറോഷന്റെ അഡ്വാൻറ്റേജ്? ടെതറോഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇല്ലാത്തൊരു സിസ്റ്റം, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ആൻഡ് സെൽ. പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ഓർ സെൽ ട്രാൻസാക്ഷൻ. ഇത് നമ്മൾ നോർമലി നമ്മൾ കാണാത്തൊരു വാക്കാണ്. കാരണം വാങ്ങുമ്പോൾ വില കൂടും, വിൽക്കുമ്പോൾ വില കുറയുന്നതാണ് നമ്മൾ കേട്ടേക്കുന്നത്. അത് ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ്. ഓവറായിട്ടൊരു സെല്ലിംഗ് ഇത് വന്നു കഴിഞ്ഞാൽ, അത് ക്രിപ്റ്റോ കറൻസി ആയാലും ശരി, സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ശരി. സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ മാസം ജൂൺ 4-ാം തീയതി ഒരു വലിയൊരു ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 ലക്ഷം കോടി ആണ് ജനങ്ങൾക്ക് നഷ്ടമായത്. അത് ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ വാങ്ങിയാലും വിറ്റാലും മാർക്കറ്റ് അല്ലെങ്കിൽ ഈ കോയിന്റെ പ്രൈസ് കൂടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 90 പൈസയിൽ നിന്ന് തുടങ്ങി അപ്രോക്സിമേറ്റ്ലി 16 പോയിന്റ് സംതിങ്ങിലാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഗ്രാജുവലി കൂടുള്ളൂ, ഒരു പൈസ താഴേക്ക് പോവില്ല. അതാണ് നമ്മുടെ അഷ്വറൻസ്, നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ അഷ്വറൻസ് അതാണ്. അപ്പൊ എന്തായാലും നാളെ ഒരു കാലത്ത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു എമൗണ്ടിലേക്ക് നിങ്ങളുടെ കോയിന്റെ പ്രൈസ് എത്തും എന്നുള്ളത് ഷുവറായി. അപ്പൊ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, മാക്സിമം കമ്മ്യൂണിറ്റിനെ എല്ലാവർക്കും ബിൽഡ് ചെയ്യാം. ഇതൊരു 100% ഷുവർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം വില കൂടുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അത് ഇന്ന വരെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഷുവറിറ്റീനെ നമുക്ക് മാക്സിമം നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ മാക്സിമം നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യണം. നോ റഗ് പുൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള സെല്ലിങ് അല്ലെങ്കിൽ ഹെവി ആയിട്ടൊരു ബൈയിങ് വന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ബൈയിങ് വന്നിട്ട് ഭയങ്കരമായിട്ടൊരു സെല്ലിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് ക്രാഷ് ആവുക, അല്ലെങ്കിൽ ഇതിനകത്ത് കോയിൻസിന്റെ പ്രൈസ് ഒരിക്കലും ക്രാഷ് ആവില്ല. ഓക്കെ, എത്ര വോളിയൂമിൽ വന്നാലും അതിനൊക്കെ നമ്മൾ ഇതിന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു വെയിൽ അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെ വലിയൊരു അറ്റാക്ക് നമുക്ക് ഇതിനകത്തേക്ക് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം അത് നമ്മൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇതിനകത്തേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന്റെ റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സാധ്യമായത്. നോ പ്രീമൈൻഡ് കോയിൻ, ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. ക്രിപ്റ്റോ കറൻസിയുടെ എന്ത് പ്രോജക്റ്റ് വന്നാലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ഗെയിമിംഗ് ഉണ്ട്, NFT ഉണ്ട്, അതുണ്ട്, ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ. ഞങ്ങൾക്കൊരു 8-10 പ്രോജക്റ്റുകൾ പുതിയത് വരുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ആണ്, അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല ആക്ച്വലി. അങ്ങനത്തെ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് എല്ലാ പ്രോജക്റ്റുകളും ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇനി വരുന്നതിന് മുമ്പ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര കോടിക്കണക്കിന് കോയിൻസ് അല്ലെങ്കിൽ ടോക്കൺസ് എന്നാ പറയാ, കോയിൻ അല്ല. കോയിൻ വേറെയാണ്, ടോക്കൺ വേറെയാണ്. കോയിന്റെ അംശമാണ് ടോക്കൺ എന്ന് പറയാം. ഓക്കെ, ഒരു മേജർ കോയിൻ ഉണ്ടാവും, മേജർ കോയിന്റെ ഒരു അംശമായിരിക്കും. ഓക്കെ, അപ്പൊ പ്രീമൈൻഡ് കോയിൻസ് നമ്മുടെ പ്രോജക്റ്റിൽ ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മാർച്ച് 21-ാം തീയതി ആദ്യത്തെ ഡെപ്പോസിറ്റ് വന്നപ്പോൾ മാത്രം. ആദ്യത്തെ ഡെപ്പോസിറ്റ് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അഡ്മിൻ ഐ ഡി ആണ്. ഞങ്ങളുടെ അഡ്മിൻ ഐ ഡി ആകെ $20 നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അല്ല, ഫസ്റ്റ് അഡ്മിൻ ഐ ഡി 0 ആണ്. അതിൽ പർച്ചേസ് പോലും നമ്മൾ ചെയ്തിട്ടില്ല. അതിന് ശേഷമുള്ള ഒരു അഡ്മിൻ ഐ ഡി ഉണ്ട്. ആ അഡ്മിൻ ഐ ഡിയിൽ നമ്മൾ $20 പർച്ചേസ് ആണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ഐ ഡിയിൽ ഞങ്ങൾ $100 ആണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ $1000 പർച്ചേസ് ചെയ്യാം. മാക്സിമം കോയിൻസ് ഞങ്ങൾക്ക് തന്നെ ആദ്യമേ വാങ്ങിച്ചു വെക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മറ്റെല്ലാ പ്രോജക്റ്റിലും ക്രിയേറ്റേഴ്സിന്റെ കയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ കോയിൻ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ന് വേണമെങ്കിലും അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ ആവശ്യപ്രകാരം മാത്രമേ കോയിൻസ് പ്രൊഡ്യൂസ് ആവുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒരു ROI പ്രോഗ്രാം പോലെ വെറുതെ ഈ പ്രീമൈൻഡ് ആയിട്ടുള്ള കോയിൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നാളെ അതിന് യാതൊരു വിധത്തിലുള്ള വാല്യൂ ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഇവിടെ വരില്ല. കോയിൻസ് ആർ ബേൺഡ് വെൻ സോൾഡ്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്യാൻ വരാം. കോയിൻസ് ആർ ബേൺഡ് വെൻ സോൾഡ്. അതിനർത്ഥം സപ്ലൈ, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോയിൻസിന്റെ സപ്ലൈ കുറയുന്നതാണ്. അതാണ് നമ്മൾ ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റമാണ്. ഇതിന് നമ്മൾ 100% ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എൻറ്റയർ അക്കൗണ്ടിങ്, പേ ഇൻ, പേ ഔട്ട്, ഈ പറയുന്ന പ്രൊസീജിയേഴ്സിനെ കൺട്രോൾ ചെയ്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. ഓക്കെ, ഇതല്ലാതെ നമുക്കൊരു സെർവർ സിസ്റ്റം ആണ്, ഡാറ്റാബേസ് സെർവർ എന്ന് പറയും. ഈ ഡാറ്റാബേസ് സെർവറിലാണ് നമുക്ക് ഈ എൻറ്റയർ കാൽക്കുലേഷൻസ് വരിക. ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാൽക്കുലേഷന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടില്ല, കാരണം ബ്ലോക്ക് ചെയിൻ ഓവർലോഡ് ആവും. അപ്പൊ അതിനെന്ത് ചെയ്യും, നമ്മൾ പുറത്ത് നിന്ന് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ID ബാക്ക് ഓഫീസ് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അവിടെ നിന്ന് നിങ്ങളൊരു വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് അത് നേരെ ബ്ലോക്ക് ചെയിനിലേക്ക് പോകും. ഇന്ന വ്യക്തി ഇന്ന വാലറ്റ് അഡ്രസ്സ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഈ വ്യക്തിയുടെ ഇന്ന വിഡ്രോവലിന്റെ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്. ആ റിക്വസ്റ്റ് നമ്മളവിടെ പെർമിഷൻ നമ്മൾ തന്നെ കൊടുക്കണം. 2 പെർമിഷൻ ഉണ്ട്. ഒന്ന് ബ്ലോക്ക് ചെയിനിൽ ഒരു പെർമിഷൻ വരും. ആ പെർമിഷൻ കൊടുക്കുന്നതും ഞങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തേക്കണം, വളരെ സേഫ് ആയി കേൾക്കണം. കാരണം വേറൊരു ആൾക്കോ, ഒരു ഹാക്കർക്കോ അല്ലെങ്കിൽ ഒരു അഡ്മിനോ അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്പേഴ്സിനോ അതിലേക്ക് കയറാൻ പറ്റില്ല. ആ എമൗണ്ട് 100% സേഫ് ആണ്, സെക്യൂർ ആണ്. അപ്പോൾ ആ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. വേറൊരാൾക്കും അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ ഇവിടെ ലൈവാണ്. ഒരാൾക്ക് വാങ്ങലും ഇപ്പൊ കാണുന്ന റേറ്റിൽ വാങ്ങാനും ഇപ്പൊ കാണുന്ന റേറ്റിൽ വിൽക്കാനും ഒരു നിമിഷ നേരം, ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 15 to 25 സെക്കൻഡ്സിനുള്ളിൽ കാര്യങ്ങൾ നടക്കും. അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്നത് എല്ലാം USDT-യിലാണ്. BEP20 നെറ്റ്വർക്കിലുള്ള USDT-യിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ലൈവാണ്. ആരോടും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ക്ലിക്കിനുള്ളിൽ ഡെപ്പോസിറ്റ് ആവും. അതേപോലെ തന്നെ 1-2 ക്ലിക്കിനുള്ളിൽ നമുക്ക് വിഡ്രോവലും ആവും. ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, റിയൽ ടൈം ആയിട്ടുള്ള അഫിലിയേറ്റ് പേ ഔട്ട്സ് ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ളത്. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇൻസ്റ്റന്റ് ലൈവായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അതും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു സർവീസ് ചാർജോ അഡ്മിൻ ഫീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. $10 ഉണ്ടെങ്കിൽ $10 നമുക്ക് വിഡ്രോ ചെയ്യാം. $1 ഉണ്ടെങ്കിൽ $1 നമുക്ക് വിഡ്രോ ചെയ്യാം. രണ്ടിനും ഗ്യാസ് ഫീസ് വരും. ആ ഗ്യാസ് ഫീസ് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് തന്നെ BNB-യിലാണ്. നിങ്ങൾ കുറച്ച് BNB നിങ്ങൾ കരുതണം. അതാണ് ഗ്യാസ് ഫീസ് ആയിട്ട് പോകുന്നത്. USDT കട്ടിംഗ് ഒന്നും വരില്ല. ഓക്കെ, അതൊന്ന് ഗ്യാസ് ഫീസ് വളരെ നിസ്സാര എമൗണ്ടിന്റെ കട്ടിങ്ങേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെറിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഒരു $5 മുകളിലൊക്കെ വിഡ്രോ ചെയ്താലാണ് നഷ്ടമില്ലാണ്ട് ഇരിക്കുക. അല്ലെങ്കിൽ നഷ്ടമായിരിക്കും, കാരണം നിങ്ങൾ ഗ്യാസ് ഫീസ് നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ കണക്കിൽ കൂട്ടില്ല. ഡെമോ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇതാണ് റിയൽ ടൈം പേ ഔട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ബൈ ആൻഡ് സെല്ലില് പ്രൈസ് കൂടുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു ചാർട്ടാണ്. ഞാൻ ഈ ഒരു ചാർട്ട് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സിസ്റ്റം കാണിച്ചു തരാം. ഇതെല്ലാവർക്കും കാണാനുണ്ടല്ലോ? ഒന്ന് ഹാൻഡ്സ് റൈസ് ചെയ്യൂ. കേൾക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ്സ് ഒന്ന് റൈസ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? കേൾക്കുന്നു, കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ സർ, താങ്ക് യു ദീപു. അപ്പോ ഇതാണ് ബേസിക്കലി ഒരു കോയിന്റെ വിലയെ തീരുമാനിക്കുന്ന മേജർ ആയിട്ടുള്ള കാര്യമാണ് സപ്ലൈയും ലിക്വിഡിറ്റിയും. സപ്ലൈ ആൻഡ് ലിക്വിഡിറ്റി ആർ ഓൾവേസ് കോ റിലേറ്റഡ്. എപ്പോഴും ഒരു കോയിന്റെ വില അല്ലെങ്കിൽ എന്തൊരു വസ്തുവിന്റെ വില തീരുമാനിക്കുന്നത് അതിന്റെ സപ്ലൈയും അതിന്റെ ലിക്വിഡിറ്റി. ദാറ്റ് വിറ്റ പൈസ കിട്ടുമോ, ആ വിൽക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്ര ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ വില കുറയാം, വില കൂടാം, ഇതൊക്കെ ഉണ്ടാവും. റയർ ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ വില കൂടും, ഡിമാൻഡ് കൂടുതലായിരിക്കും, അതിന്റെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. റയർ അല്ലാത്ത സപ്ലൈ വളരെയധികം കൂടുതലുള്ള വസ്തുക്കളാണെങ്കിൽ നമുക്കതിന്റെ പ്രൈസ് കുറയും. ഓക്കെ, ഇത്രയുള്ള അപ്പൊ കാര്യം. സപ്ലൈ ആൻഡ് ലിക്വിഡിറ്റി ആണ് അതിന്റെ മേജർ കാര്യം. നമ്മളും ഇവിടെ ഇതേ ഫോർമുലയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലെറ്റ് us assume that ഇപ്പൊ ഒരു കോയിന്റെ വില തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോയിന്റെ വില 100 കോയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ സപ്ലൈയിൽ 100 കോയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. 100 കോയിനിൽ ടോട്ടൽ ലിക്വിഡിറ്റി, ആ 100 കോയിൻ വിറ്റ് കഴിഞ്ഞാൽ $1000 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ $1000 ഡിവൈഡഡ് ബൈ 100 കോയിൻ ഈസ് ഈക്വൽ ടു $10. വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇങ്ങനെയാണ് ഒരു കോയിന്റെ വില തീരുമാനിക്കുന്നത്. ദാറ്റ് ഇസ് അതിന്റെ ലിക്വിഡിറ്റി എന്താണോ, ലിക്വിഡിറ്റിനെ ഡിവൈഡഡ് ബൈ അതിന്റെ സപ്ലൈ. ഇത്ര ഈ ഫോർമുല വരുന്നുള്ളൂ. ഓക്കെ,
ഇനി അടുത്തത്, ഞാൻ ട്രഡീഷണലി മാർക്കറ്റിൽ നടക്കുന്ന കോയിൻ ബേസ് ചെയ്തിട്ടുള്ള പല പല പ്രോഗ്രാംസിലും നടക്കുന്ന കാര്യമാണ് ഇനി അടുത്തത് പറയാനുള്ളത് എനിക്ക്. നമ്മൾ നോക്കുകയാണ് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ടോക്കൺ അല്ലെങ്കിൽ കോയിൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാത്തിലും ഇത് തന്നെയാണ്. പ്രീമൈൻഡ് ആയിട്ട് കുറെ കോയിൻസ് വരും. ആ കോയിൻസ് വരുന്നു, മാർക്കറ്റിൽ ഇറങ്ങുന്നു, കുറച്ച് നാളൊക്കെ ഒന്ന് കേറ്റർക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഡൗൺ ആയി പോകും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നതിന് ഒറ്റ കാരണമുള്ളൂ, അവിടെ സപ്ലൈ കുറയുന്നില്ല. വിൽക്കും തോറും അത് സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഞാൻ വിൽക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് കിട്ടി, അയാൾ വിൽക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് പോവുകയാണ്. ഇത് എങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് സർക്കുലേറ്റിംഗ് സപ്ലൈ. സർക്കുലേറ്റിംഗ് സപ്ലൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോയിൻസിന്റെ സപ്ലൈ കുറയുന്നില്ല. സോറി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചാർട്ടിൽ കാണുന്ന പോലെ ഓരോ തവണ വിൽക്കുമ്പോൾ, ഇപ്പൊ 1,00,000 കോയിൻ ഉണ്ട് അല്ലെങ്കിൽ 10,000 കോയിൻ ഉണ്ട്, $10,000 ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു കോയിന്റെ വില $1 ആണ്. ഓക്കെ, ആ $1 ഒരു വ്യക്തി നേരെ 10,000 കോയിൻ വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് കോയിൻസ് വിൽക്കുകയാണ്. ആ വിറ്റ് കഴിയുമ്പോൾ അവിടെ കോയിന്റെ അളവ് അത്രയും തന്നെയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ലിക്വിഡിറ്റിയുടെ എമൗണ്ട് 1,00,000 അല്ലെങ്കിൽ 10,000 എന്നുള്ളത് കുറഞ്ഞു 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 അവസാനം 4ാമത്തെ പോയിന്റ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, ഇവിടെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, കുറച്ച് സെല്ലിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബാലൻസ് ആയിട്ടുള്ള കോയിൻസ്, സപ്ലൈ കോയിൻസ്, സർക്കുലേറ്റിംഗ് സപ്ലൈ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ എന്ത് പറ്റുന്നു, ലിക്വിഡിറ്റി കുറഞ്ഞു 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 കുറഞ്ഞു. മിക്ക കോയിനും സംഭവിക്കുന്ന ഇതേ ഒരൊറ്റ ഫോർമുലയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അവരുടെ കോയിൻസ് വീണ്ടും വീണ്ടും സർക്കുലേഷനിൽ നിൽക്കുകയാണ്, പക്ഷെ ലിക്വിഡിറ്റി കുറഞ്ഞു 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 വരുന്നു. അങ്ങനെ എന്ത് പറ്റി, $1 റേറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ $1 റേറ്റ് ഉണ്ടായിരുന്ന കോയിൻ പോയി 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 എന്ത് പറ്റി, 0.28 28 സെന്റിലേക്ക് കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഇതാണ് ട്രഡീഷണലി നടക്കുന്ന സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് വ്യത്യാസം? ഇതേ കാൽക്കുലേഷൻ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിൽ കോയിൻ പ്രൈസിങ് സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ ടെതറോഷന്റെ സിസ്റ്റം എങ്ങനെയാണ്? നമ്മൾ അത്രയും തന്നെ കോയിൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ നോക്കാം, 1ാമത്തെ പോയിന്റിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, 1000 കോയിൻ വിറ്റു, $1,000 കിട്ടി. $1,000 പകരം നമ്മൾ $900 10% ഹോൾഡ് ബാക്ക് കഴിഞ്ഞിട്ട് 90% ആണ് നമ്മൾ കോയിൻ വിൽക്കുമ്പോൾ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുക. കാരണം അതാ നമ്മുടെ ലിക്വിഡിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആ സിസ്റ്റത്തിന്റെ ഇതിന് വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. 90% നിങ്ങൾ എപ്പോൾ കോയിൻ വിറ്റാലും 90% എമൗണ്ട് അവിടെ കാണിക്കുന്ന ടോട്ടൽ വാല്യൂവിന്റെ 90% എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാലൻസ് ആയിട്ട് വരുന്നത് 9,000 കോയിൻ ആണ്. നേരത്തെ 10,000 കോയിൻസിൽ 1000 കോയിൻ വിറ്റപ്പോൾ വീണ്ടും ബാലൻസ് 10,000 തന്നെയാണ് നിന്നിരുന്നെങ്കിൽ ഇവിടെ കുറഞ്ഞു. ഇവിടെ 9,000 കോയിൻസും 900 രൂപ ആ കസ്റ്റമറിന് കൊടുത്തു. 1000 കൊടുക്കേണ്ടതിന് പകരം 900 കൊടുത്തപ്പോൾ ബാലൻസ് ലിക്വിഡിറ്റിയിലെ എമൗണ്ട് $9,100 ആയി. അപ്പൊ പുതിയ പ്രൈസ് നോക്കൂ, ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ, ന്യൂ കോയിൻ പ്രൈസ് എത്രയാ, 1.01 കൂടുക ചെയ്തത്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5000 കോയിൻ സെല് ചെയ്യാം. ഒരു 5,000 കോയിൻസ് സെല് ചെയ്യുമ്പോൾ നമ്മൾ 1.01 റേറ്റിലാണല്ലോ നമ്മൾ സെല് ചെയ്യുക. അപ്പൊ $550 ആണ് ടോട്ടൽ വാല്യൂ വരുന്നത്. പക്ഷെ നമ്മൾ 90% ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ 90% കൊടുക്കും. $4,545 ആ വ്യക്തിക്ക് കിട്ടി, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും, അതിൽ വേറെ ഡിലേ ഒന്നുമില്ല. ഇനി നോക്കുമ്പോൾ ബാലൻസ് കോയിൻസ് 4,000 ഉള്ളൂ, അവിടെ ലിക്വിഡിറ്റി 4,555 ഉണ്ട്. അപ്പൊ അടുത്ത കോയിന്റെ പ്രൈസ് എന്താ, ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻസ് നോക്കുമ്പോൾ എത്ര, 1.138 പെർ കോയിന്റെ റേറ്റ് വരുന്നു. വീണ്ടും ഒരു 3,000 കോയിൻ സെല് ചെയ്യുന്നു. 3,000 കോയിൻ സെല് ചെയ്യുമ്പോഴും വീണ്ടും പുതിയ കോയിന്റെ പ്രൈസ് 1.48 കൂടുകയാണ്. ഫൈനലി ഈ ബാക്കി 1000 കോയിൻ ഇനി ബാക്കിയുള്ളൂ. അതിൽ ഞാൻ 999 കോയിൻ ഞാൻ വിൽക്കുകയാണ്. ഇനി ഒരു കോയിനെ ബാക്കിയുള്ളൂ. അപ്പൊ 1.48 വെച്ചിട്ടായിരുന്നു റേറ്റ്, 1,475 കിട്ടി. നേരത്തെ സിസ്റ്റത്തിൽ ഈ 4ാമത്തെ പോയിന്റില് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, 4ാമത്തെ പോയിന്റില് അവിടെ വിൽക്കുന്ന റേറ്റ് വളരെ കുറവായിരുന്നു. അയാൾക്ക് $315 കിട്ടിയുള്ളൂ. 4ാമത്തെ സെല്ലിങ്ങില് $315 കിട്ടി. ഇവിടെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയത് $1,330 ആണ് കിട്ടിയത് നമ്മുടെ സിസ്റ്റത്തിലാണ്. ഓക്കെ,
അവിടെ ഒരു കോയിനും ഉണ്ട് $150 ലിക്വിഡിറ്റി ഉണ്ട് എങ്കിൽ നമ്മുടെ വില 1.48 നിന്ന് കുതിച്ചു കയറുകയാണ്. സെല്ലിങ്ങോ ബൈയിങ്ങോ ഭയങ്കര ഹെവി ആയിട്ട് വന്നാൽ നമ്മുടെ സിസ്റ്റത്തിൽ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അതിന് മാത്രം പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഇല്ല. അത് ഭയങ്കര ഹെവി ആയിട്ട് അങ്ങോട്ട് കയറുള്ളൂ, ഇറങ്ങൂല. അപ്പൊ ഇവിടെ നമുക്ക് ഫൈനലി നോക്കുമ്പോൾ ഒരു കോയിന്റെ റേറ്റ് $150 വരാം. ഇതാണ് ഈ സിസ്റ്റം തമ്മിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള സിസ്റ്റം ടെത്തർ ഓഷന്റെ സിസ്റ്റം തമ്മിലുള്ള ഏറ്റവും വലിയ പോയിന്റ്. നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബൈങ്ങിങ് സെല്ലിങ്ങിന്റെ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ബൈയിങ്ങും ഉണ്ട് സെല്ലിങ്ങും ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ റേറ്റ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഓക്കെ, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ $58 $8 ഉണ്ടായിരുന്നത് $58 അതിന്റെ റേറ്റ് കയറി പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സാധ്യമാണ്. ഇത് ഇങ്ങനെ കൂടിയേ പോവുള്ളൂ. ഒരിക്കലും എത്ര വാങ്ങിയാലും എത്ര വിറ്റാലും ഇവിടെ റേറ്റ് കുറയുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലേക്ക് വരാനായിട്ട് ഒരു വ്യക്തിക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പൊ മിനിമം നമ്മൾ ചെയ്യുന്നത് $20 ആണ്. $20 ഇപ്പൊ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 2000 റുപ്പീസ് ആകെ വരുന്നത്. 2000 റുപ്പീസിന് ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം ഉള്ളത് പെർ ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ട്രാൻസാക്ഷണൽ ലിമിറ്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിനായിട്ട് ജീവിതത്തിൽ ആകെ $1000 ചെയ്യാൻ പറ്റുമെന്നല്ല, ഒരു ട്രാൻസാക്ഷൻ ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേയിൽ നമുക്ക് ഒരു ദിവസം ഇത്ര ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ട്രാൻസാക്ഷനിൽ മാക്സിമം ചെയ്യാവുന്ന $1000 ആണ്. അപ്പൊ $10,000 ചെയ്യണമെങ്കിൽ അയാൾ 10 തവണ അയാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $10,000 അതിൽ കയറും. പക്ഷെ $10,000 ഓരോ $1000 അയാൾ വീണ്ടും ചെയ്യുമ്പോൾ പല റേറ്റ് ഇങ്ങനെ കൂടി വരും. പുതിയ റേറ്റിലായിരിക്കും അദ്ദേഹം വാങ്ങുന്നത്. ആദ്യത്തെ റേറ്റിൽ ഒരിക്കലും കിട്ടില്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇനി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുള്ള ഈച്ച് ആൻഡ് എവറി ഡെപ്പോസിറ്റിന് നമ്മൾ 35% ഇൻസ്റ്റന്റ് അലോക്കേഷൻ ഹോൾഡിംഗ് കോയിൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ മാത്രമേ ഈ കോയിൻ ഉള്ളൂ. ആ കോയിൻ പ്രൊഡ്യൂസ് ആയാൽ ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണ്. നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് അഗൻസ്റ്റ് ഒരു റെസീപ്റ്റ് തരും. നാളെ അത് മെച്യൂർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ റെസീപ്റ്റ് കൊണ്ട് അതേ ബാങ്കിൽ തന്നെ പോകണം. നമ്മൾ വേറെ പുറത്തെവിടെയും പോയിട്ട് കാര്യമില്ല. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്യൂരിറ്റി എമൗണ്ട് എന്താണോ ആ എമൗണ്ട് നമുക്ക് തരും. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുക. നമ്മളും അതേ സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേറെ എവിടെയും കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ P2P ചെയ്യുക, വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, ഇതൊന്നത്തെ സിസ്റ്റങ്ങളൊന്നുമില്ല ഇവിടെ. നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് വിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കോയിൻസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇതൊരു സർക്കുലേറ്റിംഗ് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ആ സപ്ലൈനെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ബേസിക് കാര്യം. ഓക്കെ, സിസ്റ്റത്തിൽ നിന്ന് വാങ്ങുന്നു, സിസ്റ്റത്തിലേക്ക് തന്നെ വിൽക്കുന്നു. ഓക്കെ, അപ്പൊ പെർ ട്രാൻസാക്ഷൻ $20 to $1,000 ആണ്. BEP20 USDT ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ്സ്, നമുക്ക് ഇതിനകത്ത് നമ്മൾ കുറച്ച് ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് വാങ്ങുന്ന കോയിൻസിന്റെ വില എത്ര വേണമെങ്കിലും കയറി പോവാം. അപ്പൊ നാളെ അവർ വിൽക്കുമ്പോൾ അവർക്ക് അത് മറ്റുള്ളവർക്കും കൂടി ഗുണം ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഒരു വ്യക്തി മാത്രം ഇതിൽ ഗുണം എടുത്താൽ പോരാ, എല്ലാവർക്കും അതിൽ ബെനിഫിറ്റ് ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, വിൽക്കാനുള്ള ഒരു ലിമിറ്റ്, 2 തരത്തിലുള്ള ലിമിറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കോയിൻ സെല്ലിങ്ങിലുള്ളതാണ്. ഇപ്പൊ നമ്മൾ $100 വാങ്ങിച്ചു, എനിക്ക് എന്റെ കോയിൻസിന്റെ വാല്യൂ $200 വരെ എനിക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് $500 നിൽക്കുന്നത്. ആ നേരത്താണ് ഞാൻ വിൽക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് 200 മാക്സിമം വിൽക്കാൻ പറ്റുള്ളൂ. ബാലൻസ് അവിടെ കിടക്കുന്നുണ്ടോ? ഇനി ആ ബാലൻസ് വിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും എന്റെ ലിമിറ്റ് കൂട്ടണം. നമ്മൾ ഒരു വാഹനത്തിൽ പെട്രോൾ അടിക്കണ പോലെ ഫുൾ ടാങ്ക് അടിച്ചു, ഓടി, അത് കഴിഞ്ഞു, വീണ്ടും ഫുൾ ടാങ്ക് അടിക്കുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഈ ഒരു സിസ്റ്റം, അതിനാണ് ആ ലിമിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഓരോ തവണ റീഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 35% നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 ലിമിറ്റുകളാണ് വരുന്നത്. ഒന്ന്, നമുക്ക് കോയിൻസ് വിൽക്കാനുള്ള ലിമിറ്റും കൂടും. അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഇതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ കമ്മീഷൻസ് വിഡ്രോ ചെയ്യാനുള്ള ലിമിറ്റും ഒരേ ഒരു ഡെപ്പോസിറ്റിൽ തന്നെ 2 കാര്യങ്ങളും നടക്കും. അപ്പൊ ഇവിടെ 2x ഉണ്ട്, അവിടെ 3x ഉണ്ട്. അപ്പൊ ടോട്ടൽ 5xന്റെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ടെത്തർ ഓഷനിലെ മെയിൻ ആയിട്ടുള്ള ഇൻകംസും കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. അതിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി, ഇതിൽ ഇൻവെസ്റ്റർ എന്നൊന്നുമില്ല, എല്ലാവരും ഇൻവെസ്റ്റർ ആണ്, എല്ലാവർക്കും പ്രൊമോട്ടും ചെയ്യാം. ഡിഫൈ ബേസ്ഡ് വെർച്വൽ കോയിൻ അപ്രീസിയേഷൻ, അതാണ് ഫസ്റ്റ് പോയിന്റ്. നമുക്ക് കിട്ടുന്ന കോയിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തതിന്റെ തൊട്ടടുത്ത ട്രാൻസാക്ഷൻ മുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിന്റെ വാല്യൂ കയറാൻ പോവുകയാണ്. 35% ആണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഇത് വെച്ചേക്കുന്നത്.
അതിനൊക്കെ റീസൺ ഉണ്ടാവും, നമ്മുടെ ടെക്നിക്കൽ ക്ലാസ്സുകളിൽ നമുക്ക് അത് പറയാം. ഓക്കെ, നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നിന്നാണ് അത് ഗ്രാജുവലി കയറി വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എല്ലാ വ്യക്തികൾക്കും, ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും, അത് പർച്ചേസ് ചെയ്താലും റീപർച്ചേസ് ചെയ്താലും ഈ പറയുന്ന കോയിൻസ് കിട്ടും. ആ കോയിൻസിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്, നമ്മൾ $100, $500, $1000 ഇങ്ങനെ 3 സ്ലാബുകളാണുള്ളത്. ഈ 3 സ്ലാബിൽ ഏതെങ്കിലും ഈ 3ഉം ചെയ്യാം, ഒരെണ്ണം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. അതിന് ഇൻവെസ്റ്റ്മെന്റ് പൂൾ എന്നാണ് പറയുന്നത്. ഡെയിലി ഉച്ചയ്ക്ക് 1.5 മണിക്കാണ് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അന്നത്തെ ടേൺ ഓവറിന്റെ ഒരു 4% ആണ് നമ്മൾ അതിലേക്ക് എടുക്കുന്നത്. ആ 4% കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുള്ള ടേൺ ഓവർ എന്താണോ ആ ടേൺ ഓവറിന്റെ 4% എടുത്ത് നമ്മൾ ഈ പറയുന്ന $100 ചെയ്തിട്ടുള്ള വ്യക്തികൾ 500 ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈം മാത്രമാണ്. രണ്ടാമത്തെ തവണ 100 500 ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നതല്ല. ഓൺലി ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഡെയിലി ഉച്ചയ്ക്ക് ഉണ്ടാവും. എന്ത് വരെ കിട്ടും? $100 ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 100 തന്നെ തിരിച്ചു കിട്ടും. ക്യാപിറ്റലും തിരിച്ചു കിട്ടും എന്നർത്ഥം. നമുക്ക് കോയിൻസ് ഓൾറെഡി കിട്ടി, പ്ലസ് നമുക്ക് നമുക്ക് കോയിൻസും കിട്ടി, പ്ലസ് നമുക്ക് ഡെയിലി നമുക്ക് USDT ചെറിയ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് കിട്ടും. വൺസ് നമുക്ക് നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ 100-ന് 100, 500-ന് 500, 1000-ന് 1000. അപ്പൊ 1600 ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, 600 ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, 1500 ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. അത് സെപ്പറേറ്റ് ആണ്, ഒരുമിച്ചല്ലത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് വൺ ടൈം നമുക്ക് തിരിച്ചു കിട്ടും. സെക്കൻഡ് ടൈം ഓൺവേർഡ്സ് നമുക്ക് കോയിൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് രണ്ടുമാണ് ബേസിക് ആയിട്ട് ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ വന്നിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ മാർക്കറ്റ് ചെയ്യും അല്ലെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ നമ്മൾ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊടുന്നേക്കുന്നത്. ഒരു അൺലിമിറ്റഡ് ഡെപ്തിൽ നമ്മുടെ ടീം ഇവിടെ വരുമ്പോൾ, സാധാരണ നമുക്കറിയാം ബൈനറി പ്ലാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാനുകളിലൊക്കെ അല്ലെങ്കിൽ ലെവൽ പ്ലാനിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 10 ലെവൽ, 20 ലെവൽ, 30 ലെവൽ കഴിഞ്ഞു. അല്ല ബൈനറി ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമ്മൾ അതല്ലാണ്ടുള്ള നമ്മൾ വേറൊരു സിസ്റ്റമാണ്. നമുക്ക് ലെവൽസിലാണ് നമുക്ക് വരുന്നത്. യൂണി ലെവൽ ആയിട്ടുള്ള സിസ്റ്റമാണ്, പക്ഷെ അൺലിമിറ്റഡ് ലെവലിലേക്ക് നമുക്ക് പോകാവുന്ന സാധ്യതയുള്ള ഒരു പ്ലാൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ 23% നമ്മൾ 10 ലെവലിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അത് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10% ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിനെ കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് 10% കിട്ടും. അവരൊരു വ്യക്തിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3% കിട്ടും. മൂന്നാമത് മുതൽ 5ാമത്തെ ലെവലിൽ നമുക്ക് 2% വെച്ചിട്ടാണ് നമുക്ക് പെർ ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ നമ്മുടെ പേഴ്സണൽ ക്രൈറ്റീരിയ $50 നമ്മൾ പേഴ്സണലി നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ആദ്യത്തെ 2 ലെവൽ ചെയ്യാനായിട്ട് നമുക്ക് $20 മതിയെങ്കിൽ 3rd to 5th ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ട് $50 പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ 20 + 30 ആയി കഴിഞ്ഞാൽ 50 ആയി. കുഴപ്പമൊന്നുമില്ല. അക്യുമുലേറ്റഡ് ആയിട്ടുള്ള വോള്യൂം മതി. നമ്മൾ ഒരു 5 പേരെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവണം. ടോട്ടൽ ഞാനായിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ വോള്യൂം $250 വോള്യൂം ഉണ്ടാവണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ആ പറയുന്ന 3rd ലെവൽ ടു 5th ലെവൽ വരെയുള്ള ക്രൈറ്റീരിയ. ഇത് ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പേർട്സിന് അറിയാം. നമ്മളിങ്ങനെ കുറെ ഐഡിയകൾ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് ഇതിൽ എല്ലാത്തിലും ഇൻകം ഈ പറയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സീനിയേഴ്സിന് അല്ലെങ്കിൽ അപ്ലയൻസിന് ഏർണിങ്സ് കിട്ടില്ല. അപ്പൊ ആ ഒരു ചതി വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ലെവൽ 6 to 8 നമുക്ക് 1% ആണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. 6ാമത്തെ ലെവലിൽ 1%, 7ാമത്തെ ലെവലിൽ 1%, 8ാമത്തെ ലെവലിൽ 1%. അവിടെ ആ ലെവൽസിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം, ഞാൻ പേഴ്സണലി $100 5 ഡയറക്ടർ ഉണ്ടാവണം. $500 അവരുടെ ടോട്ടൽ വോള്യൂം ഉണ്ടാവണം. അതായത് എന്റെ ഡയറക്റ്റ് വോള്യൂം $500 ഉണ്ടാവണം. ഓക്കെ, 9th ഉം 10th ലെവലും 0.5% വെച്ചിട്ടാണ്. അവിടെയും നമ്മുടെ ക്രൈറ്റീരിയ അത് തന്നെയാണ്. $100, 5 ഡയറക്റ്റ്, $500 വോള്യൂം. ഓക്കെ, ഇനി അതിന് താഴേക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് അപ്പോഴും സാധ്യതയുണ്ട്. അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഇൻഫിനിറ്റ് ലെവൽ ഇൻകം എന്ന് പറയും. ആ ഇൻഫിനിറ്റ് ലെവലിൽ 4% മുതൽ 16% വരെയും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് റാങ്കുകളായിട്ടാണ്. റാങ്കുകൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് 4 to 16% വരുന്നത്. നമുക്ക് 4 റാങ്കാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് റാങ്ക് സിൽവർ എന്ന് പറയുന്ന റാങ്കാണ്. പേഴ്സണൽ $100 ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ അവിടെ 10 ലെവൽ കിട്ടാനായിട്ടുള്ള അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. പേഴ്സണൽ $100, ഡയറക്റ്റ് 5 സ്പോൺസേഴ്സ്, അതുപോലെ $500 ഡയറക്റ്റ് വോള്യൂം. ഇനി വരുന്നത് ടീം വോള്യൂം ആണ്. നമുക്ക് റാങ്ക് അച്ചീവ് ചെയ്യാൻ നമുക്കൊരു ടീം വോള്യൂം ആവശ്യമാണ്.
അപ്പൊ ടീം വോളിയം 5000 വരണം. അപ്പൊ നമുക്ക് 10 ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ 5000 വോളിയം വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഫസ്റ്റും സെക്കൻഡും ലെവലിലും തേർഡ് ലെവലിലൊക്കെ 5000 വോളിയം ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാലും താഴേക്ക് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏർണിങ്സ് ഓൾറെഡി കിട്ടുന്നുണ്ട്. നമ്മൾ റാങ്ക് ആയില്ലെങ്കിലും 10 ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അതിൽ തന്നെ നല്ല ഇൻകം ഉണ്ട്, വളരെ പൊട്ടൻഷ്യൽ ആണ് 10 ലെവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അവിടെ 4% ആണ്. നമ്മൾ സിൽവർ ആയി കഴിഞ്ഞ് സിൽവർ റാങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4% കിട്ടും. ദാറ്റ് ഈസ് ഒന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് അഡീഷണൽ ആയിട്ട് ലെവൽ ഇൻകത്തിന് പുറമേ നമുക്കൊരു 4% കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ താഴെ ഒരു സിൽവർ വന്നു കഴിഞ്ഞാൽ സിൽവറിന്റെ താഴേക്ക് നമുക്ക് ലെവൽ ഇൻകം കിട്ടും. പക്ഷേ നമ്മുടെ 10 ലെവലിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ ലെവൽ ഇൻകം കിട്ടും, പക്ഷെ റാങ്ക് ഇൻകം കിട്ടില്ല. സെയിം ടു സെയിം റാങ്കിന് നമുക്ക് ഇൻകം ഇല്ല, 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ അടുത്ത റാങ്കിലേക്ക് പോകണം. അക്യൂമുലേറ്റഡ് ആയിട്ട് നമുക്ക് 5000 പ്ലസ് അനദർ 20,000 കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 25,000 വോളിയം വന്നു. 25,000 വോളിയം പ്ലസ് 2 സിൽവേഴ്സും എന്റെ ടീമിൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ അഞ്ച് ഡയറക്ടറാണ് പറഞ്ഞത്. ഈ 5 ഡയറക്ടറിൽ 2 പേര് സിൽവേഴ്സ് ആയിരിക്കണം. 5 മിനിമം ആണ്. നിങ്ങൾക്ക് 5, 10, 15, 20, 100 പേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാം, നോ പ്രോബ്ലം. എത്ര വേണമെങ്കിലും ആവാം. അത്രയും ഹ്യൂജ് ഇൻകം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും ലൈൻസ് ഉണ്ടെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള ഇൻകം ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഇൻകം ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇതിനകത്തുണ്ട്. ഓക്കെ, ലൈഫ് ലോങ്. അത് നമുക്ക് വേറൊരു കോൺസെപ്റ്റിനെ കുറിച്ച് വേറൊരു പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഓക്കെ, അപ്പൊ ഗോൾഡിലേക്ക് നമുക്ക് 25,000 വോളിയം 2 സിൽവർ ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ 4% എന്നുള്ളത് 8%ലേക്ക് മാറും. നമ്മുടെ താഴെ ഒരു സിൽവർ ഉണ്ടെങ്കിൽ സിൽവറിന് ഒരു 4% കൊടുക്കണം. ബാലൻസ് അവരുടെ ടീമിൽ നിന്ന് നമുക്ക് 4 ആയിരിക്കും കിട്ടുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റുള്ള ലെഗിൽ നിന്നെല്ലാം നമുക്ക് 8% ആയിരിക്കും കിട്ടും. ഇനി നമ്മുടെ താഴെ ഗോൾഡ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ അവിടെ ആ റാങ്ക് ബ്ലോക്ക് വരും. റാങ്ക് ബ്ലോക്ക് വരുമെങ്കിലും താഴെ ലെവൽസ് നമുക്ക് അപ്പോഴും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത റാങ്കിലേക്ക് നമുക്ക് പോവാം. എമറാൾഡ് റാങ്ക് ആണ്. എമറാൾഡ് റാങ്കിലേക്ക് പോകാനായിട്ട് 25,000 നമുക്ക് ഓൾറെഡി വോളിയം ഉണ്ട്. നമുക്ക് അത് ഒരു 75,000 കൂടി ആയ 1 ലാഖിന്റെ വോളിയം. 1 ലാഖിന്റെ വോളിയമും കൂടി ആയി 2 സിൽവർ ലെഗും കൂടി നമുക്ക് ആവശ്യമാണ് അവിടെ. അല്ല സോറി, 2 ഗോൾഡ് ലെഗും കൂടി നമുക്ക് അവിടെ ആവശ്യമാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ 12% ഏർണിങ്സിലാണ് റാങ്ക് കമ്മീഷൻ വരുന്നത്. അവിടെ നമുക്കൊരു സിൽവർ ലെഗ് ആണുള്ളെങ്കിൽ സിൽവർ ലെഗിൽ നമുക്ക് അവിടെ 4 സിൽവറിന് കൊടുക്കേണ്ടത്. ബാക്കി 8% നമുക്ക് സിൽവറിന്റെ ടീമിൽ നിന്ന് നമുക്ക് കിട്ടും. ഗോൾഡ് ആണുള്ളതെങ്കിൽ ഗോൾഡിന് നമുക്ക് 8 കൊടുത്തിട്ട് ബാലൻസ് നമുക്ക് 4% കിട്ടും. സെയിം ടു സെയിം എമറാൾഡ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് റാങ്ക് കമ്മീഷൻ ഇല്ല. പക്ഷെ എമറാൾഡിന്റെ താഴത്തേക്കുള്ള ലെവൽസിന്റെ 10 ലെവലിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് നമുക്ക് ഏർണിങ്സ് കിട്ടും. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ലാസ്റ്റ് റാങ്ക് ഡയമണ്ട് റാങ്ക് ആണ്. ഡയമണ്ട് റാങ്കിന് നമുക്ക് 2 എമറാൾഡ് വേണം. ഡിഫറെന്റ് ലെഗിന് നമുക്ക് 2 എമറാൾഡ്സ് വേണം. ടോട്ടൽ വോളിയം നമുക്ക് വേണ്ടത് $5 ലക്ഷം വോളിയമാണ് നമുക്ക് ആകെ ആവശ്യം. ഇത് ഏറ്റവും മിനിമം കേട്ടോ. മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്ലാൻ വെച്ച് നോക്കിയാലും നമ്മൾ ഏറ്റവും മിനിമം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് വെച്ചിട്ടുള്ളത്. ഇതിലും കുറവ് ക്രൈറ്റീരിയ ഉള്ള ഒരു പ്ലാൻ നമുക്ക് വേറെ ഉണ്ടാവില്ല, അത് ഞങ്ങൾ ഗ്യാരണ്ടി തരും. അത്രയ്ക്കധികം നമ്മൾ കാരണം മറ്റുള്ള പ്ലാനിൽ ഈ ക്രൈറ്റീരിയ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ കമ്പനിയുടെ കയ്യിൽ പൈസ കിടന്നു. നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ കൃത്യം കാൽക്കുലേഷൻ ആണ്, നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് മാക്സിമം പേ ഔട്ട് കൊടുക്കാം. മിനിമം ക്രൈറ്റീരിയ നമുക്ക് മാക്സിമം ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 10 ലെവലിൽ 23%, റാങ്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 23, 16, 39%. നോർമലി അങ്ങനെ അവൈലബിൾ അല്ല ഒരു പ്ലാനിലും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതുള്ളത്. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട് നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ എങ്ങനെയാണ് ടെതറോഷിന്റെ ഒരു എമൗണ്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ടിനെ 100% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് ലിക്വിഡിറ്റി പൂൾ, അല്ലെങ്കിൽ ഈ വലിയ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിലുള്ള ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ശരി, എല്ലാവരുടെയും കോയിൻ ഉള്ളവർക്കൊക്കെ നാളെ വിൽക്കുമ്പോൾ നിങ്ങളുടെ കോയിൻ വരുന്നത് ഈ പറയുന്ന ലിക്വിഡിറ്റി പൂളിൽ നിന്നായിരിക്കും. ഓക്കെ, എല്ലാവരും ഇതിൽ വിറ്റ് പോയാലും ശരി, അപ്പോഴും ഇതിനകത്ത് ഒരു 10% എമൗണ്ട് അവിടെ ബാലൻസ് കിടക്കുന്നു. ഒരിക്കലും ഇത് ഈ ലിക്വിഡിറ്റി പൂള് ഫ്ലഷ് ഔട്ട് ആയി പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മറ്റുള്ള എല്ലാ പ്രോജക്റ്റിലും ലിക്വിഡിറ്റി തീർന്നു പോയി അവസാനം കോയിൻ വെറും ഡമ്മി കോയിൻ ആവുന്ന സിസ്റ്റം ഈ പ്രോജക്റ്റിലില്ല. ഓക്കെ, അഡ്മിൻ 5% എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഓറഞ്ച് കളറിൽ കാണുന്നത് ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10% ആണ്. സെക്കൻഡ് ലെവലിൽ നമുക്ക് 3% ആണ്. തേർഡ് ലെവലിൽ 2%, ഫോർത്ത് ലെവൽ 2%, ഫിഫ്ത്ത് ലെവൽ 2%, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത് ലെവലിൽ 1%, നയൻത്ത് ആൻഡ് 10th ലെവലിൽ 0.5. അപ്പൊ ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള അവിടെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ള ലെവൽ ഇൻകത്തിലെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് 23% ആണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ലെവൽ എന്ന് പറയുന്നത്
നമുക്ക് റാങ്കുകളാണ്. ആ 4 റാങ്കിലേക്കും കൂടിയിട്ട് നമ്മൾ 16% നമ്മൾ ആ 4 റാങ്കിലേക്കും കൂടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഡെയിലി ഉച്ചയ്ക്ക് 1:30 100, 500, $1000 ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അതാണ് 4% അലോക്കേഷൻ വരുന്നത്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ലെവൽസ് ഏൺ ചെയ്യാത്ത ആൾക്കാരുടെ ആ എമൗണ്ട് ഇവിടെ ഗ്രീൻ കളറിലുണ്ട്, അൺപെയ്ഡ് കമ്മീഷൻ വിൽ ബി ആഡഡ് ടു ഇൻവെസ്റ്റ്മെന്റ് പൂൾ. അപ്പോൾ നമുക്ക് ആ ഡെയിലി 4% എന്നുള്ളത് കുറച്ചും കൂടി കൂടും ഇനി തൊട്ട്. കാരണം അന്നന്ന് ദിവസത്തെ അച്ചീവ് ചെയ്യാത്ത പല ലെവലിൽ ഇപ്പൊ എനിക്ക് തന്നെ 2 ID ഉണ്ടാവും, 3 ID ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ എന്റെ ഒരു ഐഡിയിൽ മാത്രമായിരിക്കും ഞാൻ ക്രൈറ്റീരിയ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഐഡിയിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഈ 10 ലെവലിലും കിട്ടുന്ന എനിക്ക് 2 ID ഉണ്ടെന്ന് വെച്ചിട്ട് 2 IDയിലും കിട്ടില്ല. കാരണം ക്രൈറ്റീരിയ ഉണ്ട്. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും മാത്രമേ നോർമലി എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൂ. തേർഡ് ലെവലും അതിൽ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു ഐഡിയിൽ ഞാൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ സെക്കൻഡ് ID ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൈനിൽ ആ ലെവൽസിൽ നമുക്ക് ഒരുപാട് മിസ്ഡ് കമ്മീഷൻസ് വരും. അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഡമ്മി ഐഡികൾ അടിച്ച് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മിസ്ഡ് ഇൻകം ആയിട്ട് വരും. ആ മിസ്ഡ് ഇൻകം നേരെ പുഷ് ചെയ്യുന്നത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ എന്താ, ഇൻവെസ്റ്റ്മെന്റ് പൂളിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എമൗണ്ടുകൾ വന്നു തുടങ്ങും. അത് വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂളിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള സ്പീഡ് കൂടും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട്, ഫസ്റ്റ് ക്യാപിറ്റൽ എമൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറെ കൂടി ഫാസ്റ്റ് ആക്കുകയാണ്. ഓക്കെ, ഫൈനലി നമുക്ക് അഡ്മിൻ കമ്മീഷൻ, നമുക്ക് ഈ പറയുന്ന എല്ലാ ചെലവുകളും കാര്യങ്ങളും നമ്മുടെ സെർവറും കാര്യങ്ങളും ഡെവലപ്പേഴ്സിനുള്ള ഇതും ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ, അതെല്ലാം നമുക്ക് 5%-ലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ, ഇതാണ് അതിന്റെ ഒരു ഫെദറോഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത്ര നേരം കേട്ടിരുന്നതിന് താങ്ക് യു വെരി മച്ച്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം നമുക്ക്. എനിക്ക് കുറച്ച് ചുമയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സർ. ദീപു, ഞാൻ ദീപു കൃഷ്ണൻ, ദീപു ആണ്. പറയൂ ദീപു. സാർ ഒരു ചെറിയ ഡൗട്ട്, മറ്റൊന്നുമല്ല. ഇത് നമ്മൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണല്ലോ. അപ്പൊ നാളെ ഇത് ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യ ബേസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ബ്ലോക്ക് ചെയിൻ ആണ്. ഗ്ലോബലി എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓപ്പറേറ്റ് ഇറ്റ് എനിവേർ ഇൻ ദ വേൾഡ്. ഫൈൻ. അപ്പൊ നാളെ ഒരിക്കൽ റൂൾ വരുവാണ്, ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്യും, ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി മൊത്തം ബാൻ ചെയ്തു ഒരു അറിവ് കിട്ടിയാൽ then what നോ next? പ്രോബ്ലം. കാരണം ഇതൊരു ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഒരു ഗവൺമെന്റിന് ഇതിൽ കയറിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു എക്സ്ചേഞ്ച് ആണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിട്ടുണ്ട് എക്സ്ചേഞ്ചുകൾ ഹാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഈ പറയുന്ന ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു ബാൻ വെക്കാം, ഗവൺമെന്റിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഹാക്കേഴ്സിന് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാം. നമ്മുടെ സിസ്റ്റം അങ്ങനത്തെ അല്ല. നമുക്കിപ്പോ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേറെ ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ബ്ലോക്ക് ചെയിൻ വാലറ്റിൽ എപ്പോഴും എന്താ പറയാ, നമുക്ക് KYC എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാലറ്റ് അഡ്രസ് വെച്ചിട്ടാണ്. ആ വാലറ്റ് അഡ്രസ് എന്റെ ആണോ വേറെ ആരുടെ ആണോ എന്ന് ആർക്കും തിരിച്ചറിയില്ല. ഒരു വാലറ്റ് അഡ്രസ് വെച്ചിട്ട് ഇത് ഇന്ന വ്യക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനം ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ KYC ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അത്രേ ഉള്ളൂ. ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റിന് ബ്ലോക്ക് ചെയ്യണമെങ്കിലും അതൊരു ഡീസെൻട്രലൈസ്ഡ് ഇതിലും സിസ്റ്റത്തിൽ പറ്റില്ല. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു 10-15 എക്സ്ചേഞ്ചുകളുണ്ട്. ആ എക്സ്ചേഞ്ചുകളെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ,
അല്ലാതെ ഈ പറയുന്ന ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, അങ്ങനെ കുറെ വാലറ്റുകൾ ഉണ്ട്. ഇതെല്ലാം ബ്ലോക്ക് ചെയിൻ വാലറ്റുകളാണ്. ആ ബ്ലോക്ക് ചെയിൻ വാലറ്റ്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു വാലറ്റ് അഡ്രസ്സേ ഉള്ളൂ. ഹൗ ഡു യു ട്രാക്ക് ഇറ്റ്? നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. അതാണല്ലോ ഈ ബിറ്റ് കോയിന്റെ പ്രത്യേകത. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ആരാണ് ഇത് ഹോൾഡർ എന്ന് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മളിവിടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഒരു യൂസർ നെയിം നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഒറിജിനൽ പേരൊന്നും അവിടെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇന്ന പേര്, ഇത് ഇന്ന വ്യക്തിയാണ് നമുക്ക് അറിയാൻ വേണ്ടി. വെറുതെ ഒരു വാലിഡ് അഡ്രസ് മാത്രം കിട്ടിയാൽ ഹൗ ഡു യു റെക്കഗ്നൈസ് ഇത് ഇന്ന ആളാണ്? നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സീനിയേഴ്സിന് പോലും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിരുന്നതിൽ വെറുതെ ഈ വാലിഡ് അഡ്രസ് മാത്രമാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് ആരാണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു യൂസർ നെയിം ചോദിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇന്ന വ്യക്തിയാണെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അതിനെ ബ്ലോക്ക് ചെയ്താലും നമുക്ക് എൻറ്റയർ ഗ്ലോബലി ഇന്റർനെറ്റ് അവൈലബിൾ ഉള്ളിടത്തോളം കാലം നമുക്കത് ഉപയോഗിക്കാം. ഇന്ത്യക്ക് അകത്ത് ഉപയോഗിക്കാം. വർഷങ്ങളായിട്ട് ബംഗ്ലാദേശില്, വർഷങ്ങളായിട്ട്, ഇപ്പോഴൊന്നല്ല, ഞങ്ങളൊരു 10 കൊല്ലമായി. 10 കൊല്ലം മുമ്പേ തന്നെ ബംഗ്ലാദേശില് ക്രിപ്റ്റോ കറൻസി ബാൻഡാണ്. പക്ഷെ അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ബിസിനസ് നടക്കുന്ന ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ്. പല പല രാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസി ഭയങ്കര ഹ്യൂജ് ആണ്. അവിടെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഒരുപാട് കോടിക്കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഈ പറയുന്ന ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണത്. അവര് നാളെ വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഇതും വരുമല്ലോ. ഇന്ത്യയിൽ തന്നെ ക്യാഷ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. ഓക്കെ, മനസ്സിലായി സാർ. താങ്ക് യു സാർ. താങ്ക് യു ദീപു. വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ്. ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമ്മുടെ സിസ്റ്റം ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആണ്. കാര്യങ്ങളെല്ലാം നമുക്ക് ധാരാളം വരുമാനമുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. കോയിൻസിന്റെ റേറ്റ് കൂടും. വളരെ 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 ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഒരു അഷ്യൂറൻസ് നമുക്ക് തരാൻ പറ്റും. ഇത് എന്നും ഞങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ സൈഡിൽ ഉണ്ടായാലും പ്രശ്നമൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.